ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡ കൈലാക്കാണ്. കൈലാക്കിൻ്റെ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് ആദ്യമേ പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ്, ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ആ ഗ്രില്ല് വന്നിരിക്കുന്നത്. നമ്മുടെ സ്കോഡയുടെ ലൈനപ്പിലുള്ള വെഹിക്കിൾസിലെല്ലാം കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു ഗ്രില്ലൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ സ്കോഡയുടെ ആ ലോഗോ കാണാം. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ DRL കൊടുത്തേക്കുന്നതാണ്. LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് രീതിയിലാണ് നമുക്ക് ബമ്പറിൻ്റെ ഈ ഒരു ഭാഗം വന്നേക്കുന്നത്. എയർ ഡാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് ആ ഒരു മാറ്റ് സിൽവർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ ഒരു 3990 mm ആണ് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. 2566 mm വീൽ ബേസ് വെഹിക്കിളിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു വീൽ ബേസ് തന്നെയാണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. 189 നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിൻ്റെ വരുന്നത്. പിന്നെ നമ്മുടെ അലോയ് വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ചാണ് അലോയ് വീൽസ് വരുന്നത്. നമുക്ക് 205 16 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്നതുകൊണ്ടാണ്. ടോപ്പ് എൻഡിൽ നമുക്കറിയാവുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ആ ഒരു ലിങ്ക്. പിന്നെ നമുക്ക് മിററിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കൊടുത്തേക്കുന്നത് കാണാം. അവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് ആ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബി പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. റൂഫ് റെയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു റൂഫ് റെയിൽ കൊടുത്തേക്കുന്നത് കാണാം. ഇനി ഇപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു LED ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അതൊക്കെ നമുക്ക് ഹാലജൻ ആണ് അത് കൊടുത്തേക്കുന്നത്. ആ ഒരു റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്ററും നമുക്ക് ഹാലജൻ ബൾബ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വലിപ്പത്തിൽ സ്കോഡ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ വേണ്ടി ഈ ഭാഗത്തൊക്കെ കൊടുത്തേക്കുന്നത് കാണാം ഡിസൈനായിട്ട്. പിന്നെ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തേക്കുന്നത് കാണാം. മുകളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് ബാക്കിൽ നമ്മുടെ ആ ഒരു വൈപ്പർ വരുന്നില്ല. ഇവിടെ കൈലാക്ക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ കണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ക്യാമറ കൊടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് ക്യാമറ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 446 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൊക്കം വരുന്നില്ല. അതിനൊക്കെ കയറ്റി വെക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ പറ്റുന്ന രീതിയിലാണ്. ഒരുപാട് റേസ്ഡ് ആയിട്ടുള്ള പോർഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ 3 kgയുടെ 2 ഹുക്സ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഫുൾ സൈസ് ടയർ കൊടുത്തേക്കുന്നതാണ്. സ്പേസ് സേവർ ഒന്നുമല്ല. അത് നമുക്ക് 15 ഇഞ്ചാണ് ടയർ വന്നേക്കുന്നത്. പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. അവിടുത്തെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ കൈലാക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഡാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീജ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. മുകളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ഗ്രീൻ, ആ ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ഒരു ഇച്ചിരി ഡാർക്ക് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ആ ഒരു ബീജ് പോലെ അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ഫിനിഷ് ഇവിടെയും കാണാം. പിന്നെ 10.25 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീൻ വരുന്നുണ്ട് നമുക്ക്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് വളരെ ഈസി ടു യൂസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആപ്പ് ത്രൂ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്കോഡയുടെ ആപ്പ് ത്രൂ കണക്ട് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് വെഹിക്കിളിൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത ആ ഒരു മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു AC വെൻ്റൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതിൻ്റെ ആ ഒരു സെലക്ടറിലൊക്കെ ആണെങ്കിലും ആ ഒരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇങ്ങനെ ടച്ച് ചെയ്യാവുന്ന രീതിയിലാണ്, കണ്ടില്ലേ, ഫാൻ സ്പീഡൊക്കെ കൂട്ടുന്ന ആ ഒരു രീതിയിലാണ്. അത് പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും വലിയ പാടൊന്നുമില്ല. അത് നമ്മൾ ടച്ച് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇച്ചിരി പാടാണോ എന്നൊക്കെയുള്ളൊരു ഇത് വരും. പക്ഷേ അങ്ങനെയില്ല, വളരെ സെൻസിറ്റീവാണ്. നമുക്ക് കൈ ഇങ്ങനെ ജസ്റ്റ് ഓടിച്ച് പോയാൽ മതി. മാക്സ് കൂൾ എന്നുള്ള ആ ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്ന് 2 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നില്ല. പിന്നെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിൽ നമുക്ക്
സ്പോർട്സ് മോഡ്, മാനുവൽ, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ കീ വരുന്നത് ഇങ്ങനെയാണ്, ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. കീ വെക്കാനായിട്ട് ഇവിടെ ഡെഡിക്കേറ്റഡ് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നമുക്ക് നോർമൽ രീതിയിലാണ് വരുന്നത്. ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ അതിനകത്ത് കൊടുത്തേക്കുന്നതാണ്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രേയും ഒരു ഡാർക്ക് ഒരു ബ്ലാക്ക് ഫിനിഷുമായിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഔട്ടർ ഭാഗം ഒരു ഗ്രേ ഫിനിഷും അകത്തൊരു ബ്ലാക്ക് ഫിനിഷുമായിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ആ ഒരു കംഫർട്ടബിളായിട്ട് അത്യാവശ്യം നല്ല ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. ഈ സൈഡ് ബോൾസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നല്ല ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട്. സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ സെൻറ്ററിൽ നമുക്ക് ആ ഒരു സ്കോഡയുടെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഈ ഒരു ഭാഗത്തൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു ലെതർ ഫിനിഷായിട്ട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് ആ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കാണാം. അവിടെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. RPM മീറ്റർ കാണാം, സ്പീഡോമീറ്റർ, പിന്നെ ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ആവറേജ് സ്പീഡ്, ഗിയറിൻ്റെ ഇൻഡിക്കേഷന്, പിന്നെ നമ്മൾ FM-ൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. സെറ്റിങ്സിലേക്ക് വന്നാൽ അതിൻ്റെ ആ ഒരു അവിടെ എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടും. ഡിസ്റ്റൻസ് ടൈം, അങ്ങനെയുള്ള എല്ലാ ഈ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തൂടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. ഈ സൈഡിലാണ് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ്, LED ഹെഡ് ലാംപ്സ് ആണല്ലോ. നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളും എല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട്. സിഗ്നേച്ചർ എന്ന് പറയുന്ന സിഗ്നേച്ചർ പ്ലസ് ആണ് നമ്മളിത് പെടുത്തുന്നത്. സിഗ്നേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈലാക്കിന് നമുക്ക് ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റീജ്, ഇങ്ങനെ 4 വേരിയൻ്റാണ് വരുന്നത്. അതിൽ നമ്മൾ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാവുന്ന ഒരു വേരിയൻ്റാണ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്ലൗ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇവിടെ നമുക്ക് കൂളിംഗ് ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വേണമെങ്കിലും വെക്കാവുന്ന ഒരു സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ കൈലാക്കിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഐസോഫിക്സ് ആംഗ്രേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് C കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് മൊബൈൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 ഫയൽ പോക്കറ്റ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മൊബൈൽ പോക്കറ്റ്സൊക്കെ. പിന്നെ റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ യൂണിറ്റ് കാണാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ടുള്ള ഒരു വ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഒട്ടും ഒരു ക്രാംഡ് ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു എയറി ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വെളിയിലോട്ട് നോക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗമൊന്നും നമുക്കൊരു വ്യൂ കട്ടാകുന്ന രീതിയിലൊന്നുമല്ല കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല തൈ സപ്പോർട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വിഷ്വലി തന്നെ കാണാം, നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നീ ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ഒന്നും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ ഈ സീറ്റ് ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഹെഡ് റൂം ആണെങ്കിലും ഓൾമോസ്റ്റ് 5 ഫിംഗർ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഹെഡ് റൂം. വലിയ കുഴപ്പമില്ല. 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ എൻ്റെ സൈസിലൊക്കെ ഉള്ളവർക്ക് 2 പേർക്കാണ് കംഫർട്ടബിൾ. പിന്നെ ഒരു കുട്ടിക്ക് ഇരിക്കാം. പിന്നെ അല്ലാതെ ഇച്ചിരി ലീനായിട്ടുള്ളവർക്കാണെങ്കിൽ 3 പേർക്ക് വലിയ കുഴപ്പമില്ലാതിരിക്കും. പിന്നെ സെൻട്രൽ ടണലൊന്നും അത്ര ചെറിയ രീതിയിലേ വരുന്നുള്ളൂ. വലിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല ആ ഒരു ടണൽ വന്നേക്കുന്നത്. അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. കൈലാക്കിൻ്റെ ഇപ്പോൾ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ എൻജിൻ സ്പെക്കിലേക്ക് പോകാം. ഒരു 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. നമുക്ക് 114 PS 173 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗേഴ്സ് ആണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം വെഹിക്കിളിൻ്റെ ഒരു റെസ്പോൺസ് ആ രീതിയിലാണ്. നമുക്ക് അങ്ങനെ ഒരു ലാഗ് എങ്ങും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. മാനുവലും ഉണ്ട്, നമുക്ക് ടോർക്ക് കൺവേർട്ടറുമാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്പോർട്സ് മോഡും വരുന്നുണ്ട്. എനിക്ക് ഡ്രൈവ് മോഡിൽ തന്നെ ഇട്ട് നമ്മൾ വെഹിക്കിൾ നമ്മൾ ഇത്രയും നേരമൊക്കെ യൂസ് ചെയ്തപ്പോഴാണെങ്കിലും എനിക്കങ്ങനെ എങ്ങും ഡ്രൈവ് മോഡിലൊന്നും ഒരു ലാഗ് തോന്നില്ല. പിന്നെ പ്രധാനം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 സിലിണ്ടർ എഞ്ചിനായിട്ട് പോലും അത് എങ്ങും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു
അത്ര റിഫൈൻഡ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. 3 സിലിണ്ടർ എഞ്ചിൻ്റെതായ സാധാരണ നമ്മൾ 3 സിലിണ്ടർ എഞ്ചിനൊക്കെ നമ്മൾ ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് അങ്ങനെ ഒരു വലിയ രീതിയിൽ എങ്ങും തന്നെ ഫീൽ ചെയ്യുന്നുള്ള അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട, അവിടെ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെയാണ് ഗിയർ ഷിഫ്റ്റ് ആകുന്നതും എങ്ങും ഒരു ഗിയർ ഷിഫ്റ്റ് ആകാനുള്ള ഒരു ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് മാനുവലിയും ഡ്രൈവ് ചെയ്യാം. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, ECS അങ്ങനെയുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. ഈ വെഹിക്കിളിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 15-33 അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ EVM സ്ക്വാഡയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.